ആഹാ, അവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വാ. അങ്ങനെ നോണ പറഞ്ഞ രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കണ്ട. നിന്നെ ഞങ്ങൾ പോലീസ് വിളിച്ചു കൊടുക്കും. പറയടാ, പോലീസ് വിളിക്കട്ടെ? വിളിക്കട്ടെ? പോലീസുകാരെന്നെ കണ്ട പിടിച്ചോണ്ടോ തല്ലുകയും ചെയ്യും. ആ തല്ലും. അതാ പറഞ്ഞ നീ ഒരു കള്ളനാണെന്ന്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഞാൻ ഇടിക്കും. എന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഫാൻറ്റത്തിന് ഇടി പോലെ ഒരു തലയോട്ടിയുടെ കുറവുള്ളൂ. ഇരിക്കേണ്ട ഡാനി, ഉള്ള സത്യം പറയാണേ നിനക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങി തരും. അതല്ല നീ ഇനിയും കള്ളം പറയാനാണെ നിന്നെ ഞങ്ങൾ ഇടിക്കും. പടച്ചോനെ, അവരിപ്പോ എവിടെയെങ്കിലും ചാടി വീഴും, എന്നെ കൊല്ലുകയും ചെയ്യും. അത് ആരാണെന്ന് പറയടാ. അവരാ നിങ്ങളെ മുത്തശ്ശനെ കൊന്നത്. അവൻ ചെന്ന ആ പിള്ളേരുടെ കൽപ്പെട്ടല്ലോ. ആ DSPയുടെ വീട്ടിലെ പിള്ളേരല്ലേ? ആ അതെ, നമ്മളെ കണ്ടാൽ അവർക്ക് മനസ്സിലാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? நம்ம கையில ஒரு நாள் அவன் கிடைக்காம போயிடுவான். போலாம். വീട്ടിൽ വരാന്ന് പറഞ്ഞ സത്യമാണല്ലോ. സത്യം. അത് നിനക്കറിയാമല്ലോ. അറിയാം. ഞാൻ പോട്ടെ. വാക്ക് വാക്കായിരിക്കണം. പടച്ചോനാണ് സത്യം. അവന്റെ പേര് പോലും ചോദിക്കാൻ മറന്നു. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ മനോങ്ങളോട് പറയുന്നല്ലേ നല്ലത്. അത് വേണ്ട, എല്ലാം ശരിക്കും അറിഞ്ഞിട്ട് പറഞ്ഞാ മതി. ഏതായാലും അവൻ വരട്ടെ. എങ്ങനെ വരും? ഡാഡി ഞങ്ങളും കുത്തിയിരുന്ന് ചീട്ട് കളിക്കല്ലേ. അതിപ്പോ ഒന്നും തീരുന്ന ലക്ഷണമില്ല. അവൻ എങ്ങനെ അകത്ത് വരും? ആ, ഒരു പണിയുണ്ട്. അടുക്കള വശത്തെ വാതില് ഒച്ച ഉണ്ടാക്കാതെ തുറന്നിട്ടാ മതി.
വാതിൽ തുറന്നിട്ടെ. മണി 11 ഇനി അവൻ വരില്ല. പിടി കിട്ടിയപ്പോഴേ ഒരു ഒറ്റ ഇടി വെച്ചു കൊടുത്തെങ്കിൽ തത്ത പറയുമ്പോൾ അവനെല്ലാം പറഞ്ഞനെ. ഇവിടെ കാരണമാണ് ഞാൻ ഇടിക്കായിരുന്നത്. ഇത് കണ്ടില്ലേ, പോത്ത് പോലെ കിടന്നുറങ്ങുന്നു തടിയൻ. എന്റെ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. കള്ളനോ? കണ്ടോ അലാറടിക്കുന്നേ, കള്ളൻ തന്നെയാ കള്ളൻ. അതിന് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. വല്ല മെക്കാനിക്കൽ ഡിഫക്റ്റും ആയിരിക്കും. പിന്നെ മെക്കാനിക്കൽ ഡിഫക്റ്റ് നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാണ്. ഈ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നേ. ശരിയാ, മനുവങ്ങളുടെ അലാറത്തിന് എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ ഇവിടുന്ന് കാക്ക അറിഞ്ഞപ്പോഴും മനുവങ്ങളുടെ അലാറം അടിച്ചിരുന്നു. മെനഞ്ഞ പറമ്പിൽ പട്ടി വളഞ്ഞപ്പോ അലാർത്തി തീ കണ്ടു അല്ലടാ. പിന്നെ എന്തൊരു തീയായിരുന്നു, അഗ്നിയായിരുന്നു അഗ്നി. അപ്പൊ എന്റെ മുറിയിലാണ് നിന്റെയൊക്കെ കളിയല്ലേ? അല്ലാതെ നീ എങ്ങനെ കാണുന്നേ? ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ എപ്പോഴും എന്തെങ്കിലും തകരാറ് കാണും. അങ്ങനെയൊന്നും അല്ലെന്നേ, നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാ. അവന്മാർ വല്ല തറിയുടെയും കാണിച്ചോ? വല്ല വവ്വാലോ നരിച്ചിരോ മറ്റോ ആയിരിക്കും. അല്ലാതെ പിന്നെ മനുവങ്ങളുടെ അലാറം അങ്ങനെ ചുമ്മാ അടിക്കത്തില്ല. എനിക്കൊരു സംശയം. വാ, എടാ കള്ള തിരുവാലി. കള്ളന്റെ ഇരിപ്പ് കണ്ട? കള്ളൻ കള്ളൻ സൈക്കിൾ കള്ളൻ കള്ളൻ. ഞാൻ കള്ളനല്ല. കള്ളൻ 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 കള്ളൻ. ഞാൻ കള്ളനല്ലെന്ന് പറഞ്ഞില്ലേ? അത് കളാ. മര്യാദയ്ക്ക് വാതിൽ തുറന്നിട്ടിട്ട് വെന്റിലേഷൻ വഴി ചാടിയ നീ പിന്നെ ആരാ? മഹാത്മാഗാന്ധിയോ? ഞാൻ കേറാൻ തുടങ്ങിയപ്പോ ആ പെണ്ണ് വന്ന് കഥ കടച്ചു. പെണ്ണോ? ഏത് പെണ്ണ്? വെളുത്തിട്ട് മുഖമല്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെണ്ണ്. ഉമേലി ആയിരിക്കും. ആന്റി കേക്കണ്ട. നിന്റെ പേരെന്താ? പേരെന്താ? നിന്റെ വീട് എവിടെയാ? എനിക്കിപ്പോ വീടില്ല. ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ മുതലാളി ഇറക്കി വിട്ടു. എങ്ങനെയാ മരിച്ചത്? മടയില് പാറ പൊട്ടിക്കുമ്പോ മണ്ണിടിഞ്ഞ് വീണ് മരിച്ചു. വഴിക്ക് വീതി കൂട്ടണമെന്ന് പറഞ്ഞ് മുതലാളി കുടി പൊളിച്ചു കളഞ്ഞു. പട്ടിണി കടന്നു മടുത്തപ്പോ എന്തെങ്കിലും പണി കിട്ടുമെന്ന് വെച്ചാ ഇവിടെ വന്നത്. ഒരു പണിയും കിട്ടിയില്ല. പിന്നെ ബസ് പാട്ട് പാടാൻ തുടങ്ങിയത്. ആഹാ, നീ പാട്ട് പാടൂ? പിന്നെ ഞങ്ങളടുത്ത സ്കൂളില് ഞാനായിരുന്നു വലിയ പാട്ടുകാരൻ. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓ, തോനെ കിട്ടിയിട്ടുണ്ട്. സോപ്പ് പെട്ടി, പേന, മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം പാട്ടും കഴിഞ്ഞ് കടത്തന്നെ വന്ന് കിടന്നപ്പോ നീ കള്ളനല്ലടാ എന്ന് പറഞ്ഞ് പോലീസുകാർ വന്ന് പിടിച്ചോണ്ടുപോയി. ജയിലിലോട്ടാണോ? ആദ്യം ജയിലില്, പിന്നെ കോടതിയില്, പിന്നെ സ്കൂളിലാക്കി. സ്കൂളിലോ? ആ, ദുർഗുണ പരിഹാര പാഠശാല. അതെന്ത് സ്കൂള്? ദുർഗുണ പരിഹാര പാഠശാല.